അപ്പോൾ ശ്രീകുമാർ അടൂരിൽ നിന്ന് എന്നോടൊപ്പം ചേരുകയാണ്. ശ്രീകുമാർ ദാസ്. ശ്രീകുമാർ അടൂരിൽ നിന്നാണ് വിളിക്കുന്നത്. അതെ അതെ, അടൂര്. അപ്പോൾ ഈ മാറുന്ന രാഷ്ട്രീയ സാഹചര്യത്തെ ശ്രീകുമാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇത് തൽക്കാലം BJPക്ക് ചില കണക്കിൻ്റെ കളികൾ കൊണ്ട് രക്ഷപ്പെടാൻ കഴിഞ്ഞു എന്നാണോ, അതോ അവരുടെ കണക്കിന്റെ കളികളെന്ന് പറയാൻ സാധിക്കത്തില്ല. കാരണം നമ്മളുടെ ഇപ്പൊ തന്നെ അടൂര്, ഞാൻ ഏറത്ത് പഞ്ചായത്താണ്, അവിടെ തന്നെ നിലവിൽ നമുക്കറിയാം ഇപ്പം BJPക്ക് 3 സീറ്റ് കിട്ടിയത് BJPയുടെ പക്ക വോട്ടല്ല, നിഷ്പക്ഷ വോട്ടുകളാണ്. ഒരു 10-15 വർഷത്തെ ചരിത്രം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ സ്ഥലത്ത് തന്നെ BJPക്ക് വലിയ സ്വാധീനമുള്ള മേഖലയൊന്നും ആയിരുന്നില്ല. വളരെ തുച്ഛമായിട്ട് വിരളിലെല്ലാം എണ്ണാവുന്ന വോട്ടുകൾ മാത്രമേ ഉള്ളായിരുന്നു. ഞാനിപ്പോ നിലനിൽക്കുന്ന എന്റെ സ്വന്തം വാർഡിൽ തന്നെ ഒരു 3 ടൈം മുമ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ BJPക്ക് സ്ഥാനാർത്ഥിയേ ഇല്ലായിരുന്നു. പക്ഷെ ഈ വാർഡിൽ ഇപ്പൊ 125 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ BJP ആണ് വിജയിച്ചിരിക്കുന്നത്. ശ്രീകുമാർക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തുണ്ടായിരുന്നോ? ഞാൻ തെരഞ്ഞെടുപ്പിനൊക്കെ പ്രചരണ രംഗത്തുണ്ടായിരുന്നു. എന്നിരുന്നാൽ തന്നെയും ഞാൻ പറയുകയാണ്, ഇവിടെ നമ്മൾ പരിശോധിക്കുമ്പോൾ പ്രചരണത്തിന് പോകുമ്പോൾ നിഷ്പക്ഷരായ ആളുകളൊക്കെ BJPയോട് കൂടുതൽ അടുക്കുന്നു എന്നാണോ തോന്നിയത്? അതെ 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 അതെ, അതിന് ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണ് പ്രധാനമന്ത്രിയുടെ കിസാൻ സമ്മാൻ നിധി പ്രകാരം ഈ 2000 രൂപ വെച്ച് പ്രതിവർഷം 6000 രൂപ കിട്ടുന്നതും, അതേപോലെ സുകന്യ സമൃദ്ധി യോജനയും ഉജ്ജ്വൽ യോജനയും പരമായിട്ട് സൗജന്യമായിട്ട് ഗ്യാസ് കിട്ടുന്നതും, അതേപോലെ തന്നെ ബേട്ടി പഠാവോ ബേട്ടി ബച്ചാവോ, ദാരിദ്ര്യക്ക് താഴെയുള്ളവർക്കുള്ള പഠനമുറി, കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള പഠനമുറി കൊടുക്കുന്നതും, അങ്ങനെ അനവധിയായിട്ടുള്ള പദ്ധതികളുടെ ഗുണഭോക്താക്കളായിട്ട് ഈ വാർഡിലുള്ള നിരവധിയായിട്ടുള്ള ആൾക്കാരുണ്ടെന്നേ. അപ്പൊ അങ്ങോട്ട് എന്ന് ചെന്ന് കഴിയുമ്പോൾ തന്നെ BJPക്ക് വോട്ട് ചെയ്യാൻ അവർ തയ്യാറാണ്. പിന്നെ ഈ തിരുവനന്തപുരം പോലുള്ള സ്ഥലത്ത് എന്തുകൊണ്ടാണ് BJP ഇത്രത്തോളം വളർന്ന് ഇപ്പൊ ഒരു മേയർ പദവി വരെ എത്തിയിരിക്കുന്ന? എല്ലാ സ്ഥലത്തും, കേരളത്തിലെ മുഴുവൻ സ്ഥലത്തും അത് സാധിക്കും. എന്താണെന്ന് ചോദിച്ചാല് ആത്മവിശ്വാസം കൈവെടിയാതെ കൊണ്ടുള്ള പ്രവർത്തനം, കൃത്യമായിട്ട് തിരുവനന്തപുരം മേഖലകളിൽ നല്ല രീതിയിൽ അവർ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയി. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ BJP ജയിക്കുവോ ഇല്ലയോ എന്നുള്ള ആശയക്കുഴപ്പം നിഷ്പക്ഷ വോട്ടർമാരിലുള്ളത് കൊണ്ട് അവിടെ ജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന അവർക്ക് വ്യക്തമായ രാഷ്ട്രീയമല്ല, ജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുറെ അധികം ആൾക്കാരുണ്ട്. അപ്പൊ അവിടെ BJP ജയിക്കുന്നില്ല എന്നൊരു ട്രെൻഡ് അടിച്ചു കളിക്കുകയും പിറ്റേ ദിവസം തന്നെ പല ചീട്ടുകൾ, തലേ ദിവസം തന്നെ കോൺഗ്രസിന്റെ തന്നെ ഒരു 50 വോട്ട് അങ്ങോട്ട്. ഇപ്പൊ തന്നെ ഏറത്ത് പഞ്ചായത്തിലെ സ്ഥിതി തന്നെ നമുക്കറിയാം. മുരുകൻകുന്ന് വാർഡ് കഴിഞ്ഞ തവണ BJP ജയിച്ചൊരു വാർഡായിരുന്നു. അവിടെ തന്നെ BJP കഴിഞ്ഞ തവണ കിട്ടിയ 326 വോട്ടിൽ നിന്ന് 436 വോട്ട് BJP പിടിച്ചിട്ട് പോലും അവിടെ പരാജയം. കാരണം കോൺഗ്രസിന് 170 വോട്ടോളം ഉള്ള സ്ഥലത്ത് 73-80 വോട്ടായിട്ട് കോൺഗ്രസിന്റെ വോട്ട് ചുരുങ്ങി. അതേപോലെ തന്നെ ഇവിടെ അടുത്ത് തന്നെയുള്ള 12ാം വാർഡ്, അതേപോലെ തന്നെ കഴിഞ്ഞ തവണ കോൺഗ്രസിന് 340 വോട്ട് കിട്ടിയിരുന്ന സ്ഥലത്ത് BJP കൃത്യമായിട്ട് ആ വോട്ട് തന്നെ അവർ വാർഡുകൾ വെട്ടിമുറിച്ചിട്ട് ആ വോട്ട് തന്നെ കൊണ്ടുവന്ന് അവിടെയും 20-30 വോട്ടിനെ പരാജയപ്പെടുന്നത്. അപ്പൊ അത്രത്തോളം ക്രോസ് വോട്ടുകൾ നടത്തി BJP വരരുത് എന്നാഗ്രഹിക്കും. BJPയെ ഭയക്കുന്നതിന്റെ കാരണം ഇനിയും വരും കാലഘട്ടത്തിൽ BJPയുടേതായ ഒരു കാലഘട്ടമാണ് വരുന്നതെന്നുള്ള ബോധ്യം ഇവിടുത്തെ കോൺഗ്രസിന്റെ ആയാലും, കോൺഗ്രസിനാണെന്നുണ്ടെങ്കിൽ അണികളും ഇല്ല, നേതാക്കന്മാർ മാത്രം. എല്ലാവരും അങ്ങോട്ട് ഇന്ന് തന്നെ കണ്ടാലറിയാം, അടൂർ നഗരസഭ ചെയർപേഴ്സണായിട്ട് തെരഞ്ഞെടുത്ത ആൾ പോലും അവർക്ക് കൃത്യമായിട്ട് സമയം അനുവദിക്കുന്നില്ല എന്നുള്ള പേരിൽ ഒരു പരാതിയായിട്ടെന്ന് ഞാൻ ന്യൂസ് 18 തന്നെ കണ്ടായിരുന്നു രാവിലെ ഒരു വിഷയം. അപ്പൊ അങ്ങനെ പല വിഷയങ്ങൾ അവരുടെ ഇടയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആശയക്കുഴപ്പങ്ങളും അടിയും മാത്രമാണ് നടക്കുന്നത്. ജനങ്ങളിലേക്കുള്ള വികസന പ്രക്രിയ കൊണ്ടെത്തിക്കാൻ അവർ അമ്പേ പരാജയപ്പെടുന്നുണ്ട്. LDF ആണെങ്കിൽ തന്നെ ഇപ്പം മൊത്തം അവര് വെളുപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഞങ്ങൾക്ക് സ്വർണ്ണക്കടത്തിൽ പങ്കില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അടുത്ത എന്ത് കാര്യങ്ങൾ വന്നാലും അതിനെ വെളുപ്പിച്ചുകൊണ്ട് ഇപ്പൊ തന്നെ തെരഞ്ഞെടുപ്പ് എടുത്ത സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആ സ്വർണ്ണക്കടത്തിനെ ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമമൊക്കെ നടന്ന് അതൊക്കെ നിഷ്പക്ഷ വോട്ടർമാരിൽ ശരിക്കും പ്രസ് ചെയ്തു. ആ നിഷ്പക്ഷ വോട്ടർമാർ അതുകൊണ്ട് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് LDFനെതിരായിട്ടുള്ള ഒരു തരംഗം ഉണ്ടാവുകയും അവിടെ BJPക്ക് വോട്ട് കൊടുത്താൽ ചിലപ്പോൾ LDF ജയിക്കുമോ എന്നുള്ള ഒരു എന്താ പറയുന്നത് ഒരു ഭയപ്പാട് കൊണ്ട് അവർ വോട്ട് മാറ്റി ചെയ്തു എന്നേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാതെ കോൺഗ്രസിന്റെ ഒരു വിജയമായിട്ടോ കോൺഗ്രസിന്റെ പ്രവർത്തകരുടെ വിജയമായിട്ടോ പറയാനില്ല. വ്യക്തമാണ്, താങ്കളുടെ അഭിപ്രായം കൃത്യവുമാണ്. അപ്പോൾ ഏതായാലും ശ്രീകുമാർ അവിടെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇറങ്ങിയിരുന്നു, പ്രവർത്തിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ കുറേയൊക്കെ അനുഭവത്തിനോട് ചേർന്ന് നിൽക്കുന്നതാണ്. അപ്പോൾ രാധാകൃഷ്ണൻ ചാത്തന്നൂർ എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രാധാകൃഷ്ണൻ, ഹലോ. ഇന്നത്തെ താരം BB രാജേഷ് തന്നെയാണ് കേട്ടോ. തിരുവനന്തപുരത്തിന് ഒരു BJP മേയർ, അല്ലെങ്കിൽ മേയർ പിന്നെ എല്ലാവരുടെയുമാണ്, പക്ഷേ ഒരു BJP നേതാവ് മേയറായി സ്ഥാനമേൽക്കുമ്പോൾ